പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ അടിമുടി മാറി എന്ന് വേണം പറയാൻ. കേരളത്തിന്റെ വികസന സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തുക വഴി കേരളത്തിൽ എല്ലാ മേഖലയിലെയും വികസനം ഉൾപ്പെടെ വൻ തൊഴിൽ സാധ്യതകളാണ് പിണറായി വിജയൻ തുറന്നിടുന്നത്. കേരളത്തിന്റെ ഈ അസൂയാവഹമായ വികസനമാണ് മറ്റു പാർട്ടിക്കാർക്ക് സഹിക്കാൻ കഴിയാത്തത്. പിന്നിൽ നിന്ന് സർക്കാരിനെ ഉന്തിയും തള്ളിയും താഴെ ഇറക്കാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും കോൺഗ്രസും BJPയും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചിട്ടും ഇന്നും പിണറായി കേരളത്തിന്റെ മുഖ്യനായിരിക്കുന്നതിന്റെ പ്രധാന കാരണം പിണറായി കാഴ്ചവെക്കുന്ന ഇത്തരം വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കണ്ട് ബോധിച്ചിട്ടാണ് യൂസഫ് അലി കേരളത്തിലേക്ക് പുതിയ സംഭാവനകൾ നൽകാൻ തീരുമാനിച്ചതും. കേരളത്തിന് ലോകോത്തര ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ചയാളാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ലുലുവിന് കീഴിലുള്ള മാളുകളും മിനി മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും കേരളത്തിൽ പലയിടത്തായി ഇതിനോടകം വന്നു കഴിഞ്ഞു. ഇപ്പോഴും പുതിയ മാളുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. റീറ്റെയിൽ രംഗത്ത് മാത്രമല്ല IT രംഗത്തും ലുലു ഗ്രൂപ്പ് കേരളത്തിന് വിലമതിക്കാനാകാത്ത സംഭാവന നൽകിയിട്ടുണ്ട്. നിലവിൽ കൊച്ചിയിലെ കാക്കനാട് സ്ഥിതി ചെയ്യുന്ന സ്മാർട്ട് സിറ്റി ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി IT കമ്പനികൾക്ക് പ്രവർത്തിക്കാവുന്ന വമ്പൻ ഇരട്ട മന്ദിരങ്ങൾ ലുലുവിന്റെ കീഴിൽ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. 153 മീറ്റർ ഉയരത്തിൽ 30 നിലകളിലായി നിർമ്മിച്ച ലുലു IT ഇൻഫ്രാ ബിൽഡ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വാണിജ്യാധിഷ്ഠിത IT മന്ദിരമാണ്. 1500 കോടി രൂപ ചെലവിട്ടാണ് ലുലു ഈ ഇരട്ട ടവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ കേരളത്തിലേക്ക് 2 IT പാർക്കുകൾ കൂടി സമ്മാനിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ലുലുവിന്റെ ഭക്ഷ്യ സംസ്കരണശാല നിർമ്മാണം പുരോഗമിക്കുകയാണ് എന്നും ലുലു നല്ല രീതിയിൽ തന്നെ കേരളത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളവുമായി ഇനിയും സഹകരണം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി, ഭക്ഷ്യ സംസ്കരണ മേഖലകളിൽ ലുലു ഗ്രൂപ്പ് ഇതിനകം മികച്ച തോതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഫെബ്രുവരി 21-ന് കൊച്ചിയിൽ ആരംഭിക്കുന്ന 2 ദിവസത്തെ കേരള അന്താരാഷ്ട്ര നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കുമെന്നും യൂസഫ് അലി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഉതകുന്ന പുതിയ പദ്ധതികൾ ഇനിയും ആരംഭിക്കുമെന്നാണ് അദ്ദേഹം ഉറപ്പു നൽകുന്നത്. കേരളത്തിന്റെ വികസന സാധ്യതകളും നിക്ഷേപ അവസരങ്ങളും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള മികച്ച വേദിയാണ് അന്താരാഷ്ട്ര നിക്ഷേപ സംഗമമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ നല്ല രീതിയിൽ പ്രചരിപ്പിക്കാൻ കഴിയണമെന്നും പ്രതിപക്ഷവും ഈ സമ്മേളനത്തോട് സഹകരിക്കുന്നത് നല്ല തീരുമാനമാണെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. എല്ലാവരും യോജിച്ച് നിന്ന് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിക്ഷേപകർക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കുമെന്നും യൂസഫ് അലി പറഞ്ഞു. IT പാർക്കുകളുടെ പ്രഖ്യാപനം നാളെ കൊച്ചിയിൽ ആരംഭിക്കുന്ന അന്താരാഷ്ട്ര നിക്ഷേപ സംഗമത്തിൽ ഉണ്ടായേക്കും. പുതിയ സംരംഭങ്ങളെയും വ്യവസായങ്ങളെയും ആകർഷിക്കാനും അതുവഴി കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിക്ഷേപ സംഗമമായ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് 2025 ഫെബ്രുവരി 21-22 ദിവസങ്ങളിലായി കൊച്ചിയിലെ ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത്. UAE സാമ്പത്തിക കാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൗക്ക് അൽമാരി മുഖ്യാതിഥികളിൽ ഒരാളായി പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. അദാനി അടക്കം നിരവധി പ്രമുഖ വ്യവസായ വാണിജ്യ സംഘടനകളും കേരളത്തിലെത്തുന്നുണ്ട്. 26 നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര നിക്ഷേപ സംഗമം സംസ്ഥാന സർക്കാരാണ് സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരും പങ്കെടുക്കും. പരമ്പരാഗത മേഖല, സുസ്ഥിര മേഖല, വികസന മേഖല, റബ്ബർ, ഓട്ടോമോട്ടീവ് ടെക്നോളജി, മെഡിക്കൽ, ആയുർവേദ, സൗഖ്യ ചികിത്സ, തുറമുഖ കേന്ദ്രീകൃത വികസനം, കപ്പൽ നിർമ്മാണം, സമുദ്രോൽപാദന മേഖല, എയ്റോസ്പേസ്, IT അങ്ങനെ നിരവധി വികസന സാധ്യതാ മേഖലകളെ കുറിച്ചുള്ള ചർച്ചകളും സാധ്യതകളും പരിശോധിക്കും.